ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് വെള്ളാണിക്കപ്പാറയിലാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നൊരു സ്ഥലം വെള്ളാണിക്കപ്പാറയാണ്. നമ്മുടെ യൂട്യൂബിൻ്റെ ആദ്യത്തെ വീഡിയോ വെള്ളാണിക്കപ്പാറയാണ്. ഇപ്പം സമയം എത്രയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് 7 മണിയായി. 7 മണിക്ക് ഇവിടെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാം. പിന്നെ അത് കണക്ക് തന്നെ നല്ല കോട മഞ്ഞുണ്ട്. ഒരു മിനി പൊന്മുടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു സ്ഥലമാണ് ഇത്. പോത്തങ്കോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ ആറ്റിങ്ങൽ വെഞ്ഞാറമൂടിന് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഒരുപാട് ആൾക്കാർ വരുന്നൊരു ടൂറിസ്റ്റ് പ്ലേസുമാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു നമ്മുടെ വെള്ളാണിക്കപ്പാറ ഒരു 4 കൊല്ലത്തിന് മുന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് കാഴ്ചകളൊക്കെ നമുക്ക് പറയാം. അന്നത്തെക്കാട്ടി ഒരുപാട് ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടായി. ഡെവലപ്മെൻറ്റ് മീൻസ് കുറച്ചൊരു ഇതുണ്ടായി. അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് വന്നു. പണ്ടിങ്ങനെ ഷോപ്പൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുവരണമായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് പാർക്കിംഗ് ഏരിയ, പണ്ടും പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ പാർക്കിംഗ് ഏരിയ കുറച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഒരു വിധമുള്ളൊരു കുറച്ചൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ആ സ്പേസ് ഇൻ്റർലോക്കൊക്കെ പോയി മെയിൻ്റെനൻസ് ചെയ്യാതെ ഇൻ്റർലോക്കൊക്കെ പോയി കിടക്കണം. വാഹനങ്ങൾ വന്നും പോയൊക്കെ കുറച്ച് കംപ്ലൈൻറ്റായി കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളാണിക്കപ്പാറയുടെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം വെള്ളാണിക്കപ്പാറയുടെ വെള്ളാണിക്കൽ പാറമുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പേര് പോലെ തന്നെയാണ്, മൊത്തം പാറയാണ് ഇവിടെ. പാറയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ സ്റ്റെപ്പില്ലേ, ഈ പടവുകൾ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പാറ മുകളിലെത്താം. അധികം ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കാനുള്ളതേ ഉള്ളൂ. അപ്പം പ്രായമുള്ളവർക്കും കൊച്ചു കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ആയാസമില്ലാതെ കയറി പോകാൻ പറ്റുന്ന കുറച്ച് പടവുകളാണ്. ഈസിയായിട്ട് കയറാം. പക്ഷേ സൈഡ് കുറച്ച് വൃത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മുകളിലോട്ട് പോകാം. പിന്നെ ലൈറ്റ് ഗവൺമെൻറ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നശിപ്പിച്ച് കളഞ്ഞേക്കേണ്ടത്. ഇപ്പോൾ ലൈറ്റിൻ്റെ കുറ്റികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പം ഇനി ഒരു പക്ഷേ ഇവിടെ ലൈറ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് നല്ല വ്യൂ ആയിരിക്കും. രാത്രിയൊക്കെ വരുമ്പോൾ നല്ലൊരു അടിപൊളി വിസിബിളായിരിക്കും. ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന സംഭവമായിരുന്നിട്ടുണ്ട്. ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം കമ്പിയും വയറും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. ഇപ്പം അവിടെ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്ത് 1-2 ലൈറ്റുകൾ ഇരിപ്പുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് രാത്രി ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ആ ലൈറ്റുകളൊന്നും പ്രകാശിക്കുന്നില്ല, ഒന്നും വർക്കിംഗ് അല്ല. പിന്നെ നിലവിലുള്ള ലൈറ്റിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ മുകളിലിരുന്ന ലൈറ്റ് കാണാനില്ല, ഈ കുറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അതൊക്കെ സർക്കാർ നമുക്ക് സാധനങ്ങൾ ഗവൺമെൻറ് നമുക്ക് തന്നില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത് നശിപ്പിക്കാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ പോലുള്ളവർക്കാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിയായിട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു നല്ലൊരു കാഴ്ച കിട്ടുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ അത് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേസ്റ്റൊക്കെ ഇടാനായിട്ട് ഗ്രീൻ പോത്തങ്കോട് എന്ന് പറയുന്ന രീതിയിൽ അവരൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇടാനായിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്തും പ്ലാസ്റ്റിക് ബോട്ടിൽസ് കുറച്ചേ ഉള്ളൂ. കൂടുതലും പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക് കവറുകളും കാണുന്നത് തറയിലാണ്. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് തറയിലിടുന്നത്. നമ്മളിപ്പം വെള്ളാണിക്കപ്പാറയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ പാറയുടെ മുകളിലെത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന വ്യൂ ആണ് ഉദയ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നല്ല കോടമഞ്ഞ് നമുക്ക് അങ്ങ് ദൂരെ കാണാൻ സാധിക്കും. അത് നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ രാവിലെ അങ്ങനെ അധികം ആൾക്കാരില്ല കേട്ടോ. പകൽ ഈ സമയത്തൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞ് ഇവിടെ രാവിലത്തെ വ്യൂ ഭയങ്കര രസമാണ്, കോടമഞ്ഞുണ്ട്, സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുന്നേ വരണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നത്. ഞങ്ങൾ 6:30-7:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ്. ഉപയോഗമുണ്ട് കേട്ടോ. വന്നതിൽ നല്ലൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനൊക്കെ നല്ലൊരു തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. വന്ന വഴിക്ക് നല്ല തണുപ്പായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴിയിലുള്ള റോഡ് അത്ര നല്ല റോഡൊന്നും അല്ല, കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുള്ള റോഡാണ്. കുറച്ച് ഭാഗം മാത്രം. എനിക്ക് തോന്നുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ വീടായിരിക്കും. അവരുടെ വീടിൻ്റെ മുമ്പ് മാത്രം കുറച്ച് ടാറിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളും കട്ടറായിട്ട് കിടക്കുകയാണ്. വൃത്തിയില്ലാത്ത റോഡാണ് വരുന്ന സ്ഥലം. അപ്പോൾ ഇത്ര നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിന് റോഡ് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്കൊരു കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വാട്ടർ ടാങ്കാണെന്ന് തോന്നുന്നു. അവിടെ ഇത് പുതുതായിട്ട് വന്നതാണ്, നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ പുതുതായിട്ട് സ്ഥാപിച്ചതാണോ, അത് ഓപ്പൺ ആണോ അല്ലേന്ന് അറിയില്ല. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു വ്യൂ പോയിൻറ്റും കാണാം. നേരത്തെ ഇതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നതല്ല, ഇപ്പോഴും വാഹനങ്ങൾ കടത്തി വിടുന്ന വഴിയല്ല ഇത്. മറ്റേ വാട്ടർ അതോറിറ്റിയുടെ വർക്കിന് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് ചെയ്ത റോഡാണെന്നാണ് തോന്നുന്നത്. വേറെ വാഹനങ്ങളൊന്നും മുകളിലോട്ട് അലൗഡ് അല്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്കെന്തായാലും വെള്ളാണിക്കപ്പാറയുടെ യഥാർത്ഥ കറക്റ്റ് വ്യൂ പോയിൻറ്റിലേക്ക് വരാം.
അപ്പം ഫാമിലി ആയിട്ടൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത്. ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ സമയത്ത് ഇവിടെ ഫാമിലി ഇഷ്ടംപോലെ ഫാമിലികൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പം കുട്ടികളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പം ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സേഫ്റ്റി വാൾ ഇവിടെ ചെയ്യാമെന്നുള്ളതാണ്. അത് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളാണിക്കപ്പാറയുടെ വ്യൂ. ഇതായി കാണുന്നതാണ് വെള്ളാണിക്കപ്പാറയുടെ വ്യൂ. നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കാണുന്നത് നമ്മുടെ കഴക്കൂട്ടം തിരുവനന്തപുരം ആ ഭാഗമാണ് ആ കാണുന്നത്. നമുക്കത് ഇവിടെ നോക്കുമ്പോൾ അവിടെ ഒരു നികുഞ്ച അപ്പാർട്ട്മെൻറ്റ് കാണാം. പിന്നെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 3യുടെ ടാറ്റയുടെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഞാൻ ആ ഫോട്ടോ ഇവിടെ താഴെ ഞാൻ കാണിച്ചേക്കാം. ആ കാണുന്നതാണ്. അത് ബിൽഡിങ്ങിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ആ കാണുന്നത് അവിടെ നമ്മുടെ നികുഞ്ച അപ്പാർട്ട്മെൻറ്റ് കാണാം. പിന്നെ കിംസ് ഹോസ്പിറ്റൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റേഡിയം, അതായത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആ ഭാഗത്ത് കാണാം. അത് രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ചെറിയൊരു ശിവക്ഷേത്രവും നമുക്ക് കാണാം. പിന്നെ ഈ കാണുന്ന വ്യൂ പോയിൻറ്റിലേക്ക് പോകാം. നമുക്ക് വ്യൂ പോയിൻറ്റ് പോയതിന് ശേഷം നമുക്ക് നേരെ ശിവക്ഷേത്രവും അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ ഗുഹയും ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അടുത്ത വ്യൂ പോയിൻറ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ഈ കാണുന്ന ഒരു വ്യൂ ഉണ്ട്. ഫുൾ കംപ്ലീറ്റ് നല്ല പച്ചപ്പാണ്. ഇപ്പം ഈ ഉണക്കുകാലം, അത് ഉണക്കല്ലല്ലോ, ഇല പൊടിക്കുന്ന സമയമായതുകൊണ്ട് മരങ്ങളുടെ ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഒരു ചെറിയൊരു കരിഞ്ഞ ഒരു ഫീൽ അവിടെ കാണുന്നത്. അല്ലെങ്കിൽ നല്ലൊരു തിളിരിട്ട ഇല നല്ല പച്ച കളറിൽ കാണുന്നൊരു ഭാഗമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ അങ്ങ് ആ ദൂരഭാഗത്തോട്ടായിട്ട് നമുക്ക് കടൽ കാണാം. അത് ഈ സമയത്ത് കറക്റ്റ് വിസിബിളല്ല. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിയുമ്പം ഈ സൂര്യൻ എന്തായാലും അവിടെ എത്തും. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കടലിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോക്കകത്ത് ഞാനത് കറക്റ്റ് S23 അൾട്രാ വെച്ച് സൂം ചെയ്തെടുത്ത ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും അല്ല യൂട്യൂബിനകത്തും ഷോർട്ട് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് ആ വ്യൂ പോയിൻറ്റിൻ്റെ ഇവിടെയാണ് വ്യൂ പോയിൻറ്റ്. ഇവിടെ പക്ഷേ വ്യൂ പോയിൻറ്റ് ക്ലോസ് ചെയ്തേക്കാണ്. ആ കാണുന്ന ഒരു 1 2 3 4 നില ബിൽഡിങ്ങല്ല 4 നില ഹൈറ്റിനൊരു വ്യൂ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് കയറി നോക്കാം. പക്ഷെ ഇത് ക്ലോസ് ചെയ്തേക്കാണ്. എന്താണ് കാര്യം എന്നറിയില്ല. എന്തായാലും അകത്തോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ വെള്ളാണിക്കപ്പാറയുടെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. പക്ഷേ അത് ക്ലോസ് ചെയ്തേക്കാണ്. അത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തേക്കാണ്. ആ പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്തേക്കാണെന്ന് അറിയില്ല. അതിനങ്ങനെ നമ്മൾ ഈ വ്യൂ പോയിൻറ്റിലോട്ട് കയറി വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ ഒരു പാറ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പാറയെ വേണമെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. ഈ പാറ വേണമെങ്കിൽ നമുക്ക് ആ വ്യൂ പോയിൻ്റൊക്കെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് വെള്ളാണിക്കപ്പാറയുടെ ഒരു മിനിയേച്ചറായിട്ട് സെറ്റാക്കി എടുക്കാൻ സാധിക്കും. അതിനൊക്കെ തന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് വേണമെങ്കിൽ ചെയ്യാം. കാര്യം ഫാമിലീസൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു വ്യൂവിലിരുന്നൊരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ്. ഇതാ നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി എന്ന്. അപ്പോൾ ഇവിടെ നോ എൻട്രി ആണ്. അത് പോലീസിൻ്റെ അറിയിപ്പാണ്. അതായത് അപ്പം എന്തോ പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിക്രമിച്ച് കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്ന് നോക്കി അതിനകത്ത് കയറാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ ഇല്ല, അത് ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ എന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും അത് ലോക്ക് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ പോലീസ് ഒരിക്കലും ലോക്ക് ചെയ്യില്ല. അപ്പോൾ ഇതൊന്നും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതൊന്നും വന്ന് അതിക്രമിച്ചാലും കിടക്കരുത്, ശിക്ഷാർഹമാണ് കേട്ടല്ലോ. നമ്മുടെ വെള്ളാണിക്കപ്പാറയിലുള്ള ഒരു അമ്പലമാണ്, ആയിരവല്ലി ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് സെറ്റിട്ട പോലത്തെ ഒരു അമ്പലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ, സീരിയലുകൾ, ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലവും കൂടെയാണ് ഈ വെള്ളാണിക്കൽ പാറ. അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഗുഹ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 കൊല്ലത്തിന് മുമ്പ് നമ്മൾ വന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും മറന്നുപോയി. ഇപ്പോഴാണ് ഗുഹ ഇവിടെയാണ് ഗുഹ. ഇവിടെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ നമ്മുടെ വീഡിയോ കണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വരണമെന്ന് പറയാനല്ല, ജസ്റ്റ് ഇവിടെ ഒരു ഗുഹ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്ഥലം കൊണ്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ആരും അത് റിസ്ക് എടുത്ത് വരരുത്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാലൊന്ന് സ്ലിപ്പായ വളരെ അപകടമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിനും വരുന്നവർ ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെയാണ് ഗുഹ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഒന്ന് ചാടിയാൽ മാത്രമേ നമുക്ക് ഗുഹയുടെ മുമ്പിലെത്തുള്ളൂ. ഇതിൻ്റെ താഴെയാണ് ഗുഹ. എന്നാലും നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. താഴോട്ട് വയ്ക്കാൻ ഒരു കൊക്ക പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുവഴി താഴോട്ട് ചാടി ചിലപ്പോൾ കാലാണ് മടങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ടത്. ഇതുവഴി ഇറങ്ങാം. ഇവിടെ ആകുമ്പോൾ ഓടിച്ച് താഴെ വീടി ചാവുകയുള്ളൂ. എല്ലാം ഡേഞ്ചറാണേ.
ഇരുന്ന് നിരങ്ങിയൊക്കെ വരെയാണ്. ചാടിക്കോ. യശോദേ. ഗുഹ ഈ കാണുന്നതാണതാ. ഇതാണ് വെള്ളാണിക്കപ്പാറയുടെ ഗുഹ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പണ്ട് ഇത് കാണിച്ചതാണ്. ഇത് ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് എത്രത്തോളം നീളം ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോകാം. അതാണ് അവൻ നമ്മുടെ അച്ചു അതിസാഹസികമായിട്ട് കയറാമെന്ന് അവൻ പറയുകയാണ്. വേണോ? കയറാം. അപ്പോൾ അവന് ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ അവൻ അതിനകത്ത് കയറാം. പൊക്കം കുറവാണ്ടാണ് നടന്നു പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവകത്ത് കയറാമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാമറ അച്ചുവിൻ്റെ കൊടുത്ത് ഇവിടെയാണ്. അച്ചു ഓക്കെ അല്ലേ? നമുക്ക് അതിൻ്റെ അകത്ത് ഇതാണ്. അപ്പോൾ അച്ചു ഇതാ അതിസാഹസികമായി വെള്ളാണിക്കപ്പാറയുടെ ഗുഹയ്ക്കകത്തേക്ക് കയറുകയാണ്. ആരും ഇത് അനുകരിക്കുകയും ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്ത് കയറുന്നത്. ഇതിനകത്ത് റിസ്ക് എടുത്ത് കയറാനായിട്ട് ഉള്ള സംഭവം വല്ലതും ഉണ്ടാടാ? എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഗുഹ നീളത്തിൽ കിടപ്പുണ്ട്. നീളത്തിലുണ്ടോ? രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ വെള്ളാണിക്കപ്പാറയുടെ ഗുഹയുടെ ഉൾവശം ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഇതാണ് നമ്മുടെ വെള്ളാണിക്കപ്പാറയുടെ ഗുഹയുടെ ഉൾവശം. ഇത്രത്തോളമാണ് അതിനകത്ത് കാണാനുള്ളത്. ഇനിയുണ്ടോ അതിനകത്ത്? അപ്പം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ചുവാണ് ഈ ഗുഹയ്ക്കകത്ത് കയറി നിങ്ങളെ ഇതിൻ്റെ ഗുഹയുടെ ഉൾവശം എങ്ങനെയാണെന്ന് കാണിച്ചത്. എനിക്ക് തോന്നുന്നത് യൂട്യൂബേഴ്സ് ഒരുപാട് ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അകത്തോട്ട് അധികം റിസ്ക് എടുത്താലും പോകാൻ ശ്രമിച്ചിട്ടില്ല. ഞാനും അവൻ്റെ അടുത്ത് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവന് അകത്ത് കയറി കാണിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശി ആയതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലോട്ട് പോയത്. അപ്പോൾ ഇത് കണ്ട് ആരും നെഗറ്റീവ് കമൻസ് ഒന്നും അടിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണെന്ന് ആരും ആകാംക്ഷയോടെ കയറണ്ട. നമ്മൾ കാണിച്ചെന്നല്ലോ, ഇനി ആരും കയറാൻ നിൽക്കേണ്ട. ഇതാണ് ഇവിടുത്തെ ഗുഹയുടെ ഉൾവശം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ക്യാമറാമാൻ ആദർശിനൊപ്പം റോണിഷ് signing out.